ഇതെന്തു പറ്റി? ഇപ്പോഴല്ലേ ഞാനെല്ലാം വൃത്തിയാക്കിയത്. വീണ്ടും വൃത്തിയാക്കടാ. ഒരല്പം പോലും പണിയെടുക്കാൻ പറ്റാത്ത കുഴിമടിയനാണല്ലോടാ നീ. ഈ സംസ്കാരമാണോടാ നിന്നെ നിന്റെ കുടുംബത്തിൽ പഠിപ്പിച്ചത്? നിങ്ങളൊക്കെ പുറത്തു പോവാൻ പോവുകയാണോ? അതേന്ന് മാത്രം പറയല്ലേ, അവൾ എന്തെങ്കിലും ജോലി തരും. സംശയമുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്. നന്നായി, ഞാൻ എന്റെ അമ്മായിയെ നിങ്ങളുടെ വീട്ടിൽ വിട്ടിട്ട് പോവാം. പക്ഷെ ഞങ്ങളത് എന്റെ ഭർത്താവ് ഒരു ബോക്സറാണ്. ബോക്സർ. ഇത് തെറ്റാ. നിങ്ങൾ ഞങ്ങളെ പേടിപ്പിച്ച് ചൂഷണം ചെയ്യുക. അയ്യോ, പേടിപ്പിക്കുന്നതല്ല, ഞാൻ പറഞ്ഞതാണ്. എന്റെ ഭർത്താവ് ബോക്സറാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ മാച്ചാണ്. എനിക്ക് പിള്ളേരെ അത് കാണിക്കാൻ കൊണ്ടുപോകണം. പക്ഷെ എന്റെ അമ്മായിമ്മ ടി.വി. സീരിയൽ കാണാനിരിക്കുകയാണ്. ഞങ്ങൾ ടി.വി. കാണാറേ ഇല്ല. അതുകൊണ്ട് അമ്മായിമ്മയെ ഇങ്ങോട്ട് തന്നെ അയച്ചോളൂ. അമ്മേ, ഓ അമ്മായിയമ്മേ, അമ്മേ. നീ എന്തിനാ കിടന്നിങ്ങനെ തൊള്ള തുറക്കുന്നത്? എനിക്ക് എന്റെ ചെവി കേക്കില്ലേ? അമ്മ ഇവരുടെ വീട്ടിലിരുന്ന് അമ്മയുടെ ഡെയിലി സീരിയൽ കണ്ട് രസിച്ചോളൂ. നന്നായി വരൂ, നന്നായി വരൂ. എന്റെ മോൻ നല്ലൊരു ബോക്സറാണ്. അല്ലല്ല, ഇവരുടെ ഭർത്താവാണ് ബോക്സർ. എടാ മരത്തലയെ, എന്റെ മോളാണ് അവളുടെ ഭർത്താവ്. ഞങ്ങൾ വൈകുന്നേരം തിരിച്ചെത്തും അമ്മേ. നാണല്ലേടി നിനക്ക്? നിന്റെ അമ്മായിയമ്മ ഞാൻ വന്നിരിക്കുമ്പോൾ വൈകുന്നേരം വരെ നീ എന്നെ മറ്റൊരു വീട്ടിൽ താമസിപ്പിക്കൂ? ഈ സംസ്കാരമാണോ നിന്നെ നിന്റെ വീട്ടിൽ പഠിപ്പിച്ചത്? നീ വെറും മരുമകളാണ്. എന്റെ അമ്മായിമ്മയെ അവൻ നോക്കണ്ട. ഉച്ചയ്ക്കുള്ളിൽ തിരിച്ചെത്തണം, മനസ്സിലായില്ലേ? തള്ള സാധാരണക്കാരിയല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്താ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നേ? വാ, ടി.വി. ഇട്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ടി.വി. ആണോ? ഞങ്ങള് പുറത്തുപോയി കളിക്കാം. എടാ, ടി.വി.യുടെ റിമോട്ട് ഇങ്ങ് തന്നേച്ച് പോടാ. ഈ സമയം വരെ നീ എവിടെയായിരുന്നു? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഉരുളൻ ബാബയുടെ ആശ്രമത്തില് ഉരുണ്ടുരുണ്ട് പോണോന്ന്? അമ്മേ, എന്നെ കൊണ്ട് അത്രയൊന്നും ഉരുളാൻ വയ്യ. എന്റെ മകന്റെ വയറ്റിൽ വേദനയാണ്. നീ ഒരു ഭാര്യയാണോടി? നിന്റെ ഭർത്താവിന് വേണ്ടി നിനക്ക് ഉരുളാൻ പറ്റില്ലേ? അങ്ങോട്ട് പോയി ഉരുളടി, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഭക്ഷണം തരില്ലടി. ഇക്കാലത്തെ പെണ്ണുങ്ങളെല്ലാം വെറും നാക്കിട്ടടിക്കാനേ കൊള്ളാവൂ. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് തൃപ്തിയാവല്ലോ. വെറും വിരല് കൊണ്ട് നെയ്യ് എടുക്കാൻ കഴിയില്ല. ഈ വീട് നമ്മൾ ഭരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിരലൊന്ന് വളച്ചാലേ നെയ്യ് എടുക്കാൻ പറ്റൂ. ഈ വീട്ടിൽ ഞാൻ ഉള്ളത് വരെ എന്റെ ഭരണം മാത്രമായിരിക്കും. എന്ത് ചെയ്യും? ഷോ തീർന്നു പോയല്ലോ. എന്നാ ശരി, നല്ലൊരു അമ്മായിമ്മയാവാൻ പ്രാക്ടീസ് ചെയ്യാം. എന്നാലല്ലേ അവളെ ഭരിക്കാൻ പറ്റൂ. സോർദാർ, ഞാൻ ഇവിടെയാണ്. ഇവിടെയാണ് സോർദാർ. ഞാനിവിടെ തന്നെ ഉണ്ട്. സോർദാർ, ഇങ്ങോട്ട് വാ. നിങ്ങളുടെ വിരലിൽ എന്ത് പറ്റി? ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണല്ലോ. സംശയമുണ്ടോ? വിരല് വളച്ചാലേ നെയ്യ് എടുക്കാൻ കഴിയൂ. കണ്ണു കെട്ടി കളിക്കാനുള്ള പ്രായമാണോടെ ഇത്? നിന്റെ തലയ്ക്കകത്തൊന്നുമില്ലേ? ഈ പ്രായത്തിൽ കണ്ണു കെട്ടി കളിക്കാൻ നാണമില്ലല്ലോടാ നിനക്കൊക്കെ. അപ്പുറത്തുള്ള അയൽക്കാരൊക്കെ കണ്ടാൽ എന്ത് വിചാരിക്കടാ? ഈ സംസ്കാരാണോടാ നിന്റെ വീട്ടിൽ നിന്നെയൊക്കെ പഠിപ്പിച്ചത്? പോയി വീടിനകത്തൊക്കെ തൂത്തുവാരി പോടാ. അമ്മേ, ഇത് ദേ, ഞാൻ സംസാരിക്കുന്നതിനിടെ കയറി സംസാരിക്കരുത്. പോടാ, കടയിൽ പോയി നല്ല ഹൽവയും ലഡും വാങ്ങിച്ചോണ്ട് വാടാ. നല്ല വിശപ്പ്. പക്ഷേ ഈ വീട്ടില് ഞാൻ ഉള്ളത് വരെ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ അനുസരിച്ചാ മതി. ഈ സ്ത്രീ മെഗാ സീരിയലിലെ അമ്മയെ പോലെ പെരുമാറുകയാണല്ലോ. സംശയമുണ്ടോ? എടാ, എന്നെ പറ്റി കുറ്റം പറയുന്നോടാ? എന്റെ മോൻ ബോക്സർക്കെല്ലാം ബോക്സർ. എടാ എരുമയുടെ വാലേ, ഇനി ഒരു അക്ഷരം മിണ്ടിയാ നിന്നെ ഞാൻ അനങ്ങാൻ പറ്റാത്ത വിധത്തിലാക്കി തരൂടാ. പോ, അകത്ത് പോടാ. നിന്റെ ആ ചുണ്ടും വെച്ച് മാറ്റും ആകുമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണം. പൂച്ചയുടെയും പച്ചത്തത്തയുടെയും സൂപ്പ് അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കലക്കിയടി, നീ കലക്കി. നീ ശരിക്കും ഒരു അമ്മായിയമ്മയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വാ, ഇനി നമുക്ക് ഇവന്മാരുടെ കൂടെ ഒന്ന് കളിക്കാം.
ഇപ്പൊ ഞാൻ അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കും. എന്റെ അടുത്താണോ അവരുടെ അധിക പ്രസംഗം? എന്റെ സൂപ്പ് ജോലി ചെയ്ത് ചെയ്ത് എനിക്ക് നന്നായി വിശക്കുന്നു. ഇത് വെറും തുടക്കമാണടാ, തുടക്കം. ഈ ദിവസം മുഴുവൻ ഇനി ബാക്കിയുണ്ടല്ലോ. എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോടാ. എന്റെ മോൻ ബോക്സർക്കെല്ലാം ബോക്സറാടാ. ഇതെന്ത് പറ്റി? ഇപ്പോഴല്ലേ ഞാനെല്ലാം വൃത്തിയാക്കിയത്. വീണ്ടും വൃത്തിയാക്കടാ. ഒരല്പം പോലും പണിയെടുക്കാൻ പറ്റാത്ത കുഴി മടിയനാണല്ലോടാ നീ. ഈ സംസ്കാരമാണോടാ നിന്നെ നിന്റെ കുടുംബത്തിൽ പഠിപ്പിച്ചത്? നിങ്ങൾ എന്തിനാ ഞങ്ങളെ തള്ളിയിട്ടെ? ശബ്ദമുയർത്തരുത്. എന്റെ ദൈവമേ, എനിക്ക് ഈ വീട്ടില് നിക്കണ്ടേ? വീട്ടിൽ വന്ന അതിഥികളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. ആരാണ് നിങ്ങൾ? ഞാൻ റോക്കിയുടെ അമ്മയാണ്. എന്റെ മകൻ ബോക്സർക്കെല്ലാം ബോക്സറാണ്. പക്ഷെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്ത് പറ്റി? എന്ത് പറയാനാ എന്റെ മോളെ. കാലത്ത് മുതൽ ഇവിടെ കുത്തിയിരിക്കുക. ഒരു ചായ കുടിച്ചോന്ന് പോലും ഇവന്മാര് ചോദിച്ചില്ല. ഈ പൂച്ചയില്ലേ പൂച്ച, ചായ വേണൽ നിങ്ങൾ തന്നെ ഇട്ടോ, ഞങ്ങൾക്ക് കൂടെ തന്നേക്കെന്ന് പറയുന്ന എന്നോട്. ഈ സംസ്കാരമാണ് ഇവരെ കുടുംബത്തൊന്നും പഠിപ്പിച്ചത്. ഒരു പെണ്ണിന്റെ മനസ്സൊരു പെണ്ണിനല്ലേ മനസ്സിലാവൂ. ഈ അപമാനം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മര്യാദയില്ല നിങ്ങൾക്ക്. വീട്ടിൽ വന്ന അതിഥിയോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. പക്ഷേ കിറ്റി, ഞങ്ങൾ വൈകുന്നേരം മാഡം വന്നോട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. മതി അമ്മേ, കരയല്ലേ. വരൂ, നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് വരാം. ഈ സ്ത്രീ നമ്മുടെ മാനം മര്യാദയെല്ലാം കളഞ്ഞു കുടിച്ചു. സംശയമുണ്ടോ? കിറ്റി മാഡത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവും. പിന്നെ അവരുടെ മോനും നമ്മളെ എടുത്തിട്ട് നന്നായിട്ട് പെരുമാറും. ഈ മെഗാ സീരിയൽ കണ്ടു കണ്ടാണ് ഈ സ്ത്രീ ഇതെല്ലാം പഠിച്ചത്. കണ്ടില്ലേ, കള്ളക്കരച്ചിൽ കരഞ്ഞു കരഞ്ഞ് സിമ്പതി വാങ്ങിച്ചെടുത്തത്. ഇവരിവരുടെ മരുമകളുടെ ജീവിതം കുട്ടിച്ചോറാക്കും. ഇപ്പോൾ തന്നെ ഇവർക്കൊരു പാഠം കൊടുക്കണം. പിന്നീട് ഒരിക്കലും മരുമകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. പക്ഷെ എങ്ങനെ? ഇവരല്ലേ അമ്മായി അമ്മ. ഇവരെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. കേസർ പിസ്ത, ഇത് ഞാൻ തന്നെ കഴിക്കൂ. ഇതെന്താ ഇതിന്റെ സ്വാദ് ഇങ്ങനെ ഇരിക്കുന്നേ? ഇതെന്താ കഴുതപ്പാര കൊണ്ടുണ്ടാക്കിയതോ? എന്തു പറ്റി അമ്മേ? ഈ ഐസ്ക്രീം കഴിച്ചിട്ട് എന്റെ വയറ്റിൽ കിടന്ന് എന്തോ ഉരുളുന്നു. ഓഹോ അമ്മേ, ഇത് ഐസ്ക്രീം അല്ല, ബാർ സോപ്പാ. വേറെ ഒരു പ്രശ്നവും തന്നെ ഇതിലില്ല. ചെല്ലു, ചെന്ന് വാ കഴുകിയിട്ട് വരൂ. റെഡി, ഞാൻ പുറത്തേക്ക് പോവുകയാണ്. എന്റെ മകൻ ബോക്സർക്കല്ല ബോക്സറാണ്. നോക്കി നടക്കാൻ നിനക്ക് അറിയില്ലേ? ഞാൻ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പറന്നു വന്നത് താങ്കളല്ലേ? വേഗം പോയി കുളിക്ക്, ഭയങ്കര നാറ്റം. ഇത്രയും ചൂടുള്ള വെള്ളമോ? അത് ഞാനാ ചെയ്തത്. എനിക്ക് കുളിക്കാനായിട്ട് ഞാൻ ചൂടാക്കി വെച്ചതാ. എനിക്ക് കുളിക്കാൻ നല്ല ചൂട് വേണം. വരൂ, ആ തണുത്ത വെള്ളം വരുന്ന ടാപ്പ് തുറന്ന് കുളിച്ചോളൂ. ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. ഈ ചെരുപ്പ് ഓരാടാ ഒട്ടിച്ചത്?
ഞാനാണ്, പക്ഷെ ബണിയാണ് പറഞ്ഞത്. സംശയമുണ്ടോ? ചെരുപ്പ് പൊട്ടിയിരിക്കായിരുന്നു, ഞാൻ പറഞ്ഞതിനെ ഒട്ടിക്കാൻ. നീ എന്തിനാടേ അത് തറയിൽ ഒട്ടിച്ചത്? ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. ഞാൻ ചെരുപ്പ് ഒട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ തറയിൽ വെച്ചപ്പോൾ ആ ഗം ഒട്ടിയിട്ടുണ്ടാവും. സംശയമുണ്ടോ? എനിക്കെല്ലാം മനസ്സിലായി. കണ്ടോ? ആ. അമ്മയും മനസ്സിലാക്കി കഴിഞ്ഞു. അമ്മേ, പരിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഒരുപാട് സ്നേഹം അഭിനയിക്കേണ്ട കാര്യമില്ല തത്തേ. എനിക്ക് മനസ്സിലായി. എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി നിങ്ങളൊക്കെ കൂടി പ്ലാൻ ചെയ്ത് തന്ന പണികളല്ലേ ഇതൊക്കെ? ആ? അപ്പൊ കാലത്തോട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ഞങ്ങളുടെ അമ്മായിയമ്മയായി, ഞങ്ങൾ നിങ്ങളുടെ മരുമകനായി. എന്റെ മകൻ ബോക്സർക്കെല്ലാം ബോക്സറാണ്. ഈ പ്രശ്നത്തിൽ നിങ്ങളുടെ മകൻ പോലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങളുടെ മരുമകൾ നിങ്ങൾക്ക് ബഹുമാനം തരുമ്പോ നിങ്ങൾ എന്തിനാണ് അവളെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നത്? വീട്ടിലെ ഭരണം നമ്മുടെ കൈവശം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പേടിപ്പിച്ചാലേ നടക്കൂ. വീട്ടിലെ ഭരണം പേടിപ്പിച്ചല്ല, സ്നേഹിച്ചാണ് കൈക്കലാക്കേണ്ടത്. നിങ്ങളുടെ മരുമകളുടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറൂ. അപ്പൊ അവര് നിങ്ങൾ പറയുന്നത് അനുസരിക്കും. അമ്മേ, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല ഇല്ല, വളരെ സ്നേഹമുള്ള പിള്ളേരാ. ആ, വീട്ടിൽ വരൂ, ഞാൻ നിങ്ങൾക്ക് പായസം ഉണ്ടാക്കി തരാം. അത് നീ നാളെ ചെയ്താ മതി എന്റെ മോളെ. ഞാൻ ഉണ്ടാക്കി തരുന്ന ഹൽവ നിനക്ക് വളരെയധികം ഇഷ്ടമല്ലേ മോളെ? അതുകൊണ്ട് ഞാൻ തന്നെ നിനക്ക് ഹൽവ ഉണ്ടാക്കി തരാം. ഓ, പക്ഷേ അത് അത് അമ്മേ. തർക്കിക്കല്ലേ എന്റെ മോളെ. എന്റെ മോൻ ബോക്സർക്കെല്ലാം ബോക്സറാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതനുസരിച്ചാ മതി കേട്ടോ.